പ്രിയമുള്ളവരെ, പോസിറ്റീവായിട്ട് 60+ എന്ന ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ കുരുമുളക് കൃഷി തന്നെയാണ് കാണിക്കുന്നത്, പക്ഷേ ഒരു പരീക്ഷണ കൃഷിയാണ്. ഡ്രമ്മിൽ കുരുമുളക് കൃഷി ചെയ്താൽ എങ്ങനെയുണ്ട് എന്ന് ഞാൻ നോക്കിയതിൻ്റെ ശേഷം നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിക്കുകയാണ്. ഞാനിപ്പം കുരുമുളക് കൃഷി ഡ്രമ്മിൽ ചെയ്യാൻ വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്നത് 4 ഇഞ്ച് കട്ട പാകിയ ഫ്ലോറാണ്. അതിൻ്റെ പ്രധാന കാരണം പുല്ല് കിളുക്കാതിരിക്കുക എന്നുള്ളത് തന്നെയാണ്. ഒരു വൺ ടൈം ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് നമ്മൾ ചില പൈസ മുടക്കി 4 ഇഞ്ച് ഇഷ്ടിക ഇട്ട് ഫ്ലോർ ഇടുന്ന പോലെ തന്നെ ചെയ്തിരിക്കുകയാണ്. അപ്പം പുല്ലിൻ്റെയും മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല. അതിനുശേഷം ഡ്രം മേടിച്ച് 2ആയി മുറിച്ചു. ഇത് ഒരു ഡ്രമ്മിന് 800 രൂപ വിലയുണ്ട്. അതേ മുറിക്കുമ്പോൾ 400 രൂപ. ഞാൻ തന്നെ മുറിക്കുകയായിരുന്നു, പക്ഷേ ഡ്രം കിട്ടുന്നിടത്തുനിന്ന് അവർ മുറിച്ച് തരുമായിരിക്കും. അപ്പം 400 രൂപയാകും. പിന്നെ ഈ കാല് ബലമായി നേരെ നിർത്തിയിരിക്കുന്നത് 4 വശത്തേക്കും ഡ്രമ്മിൻ്റെ അതേ ഡയമീറ്ററിൽ, അതായത് ആ പൈപ്പിൻ്റെ തുളയിട്ട് അതിൽ കൂടെ കമ്പി കടത്തി 2 അറ്റവും ഡ്രമ്മിൻ്റെ ഉൾവശത്ത് മുട്ടുന്ന രീതിയിൽ ഏറ്റവും അടിവശം, പൈപ്പിൻ്റെ ഏറ്റവും അടിവശം, അങ്ങനെ 4 വശത്തോട്ടും കമ്പി ഇട്ടിരിക്കുകയാണ്. അത് ഇറക്കി വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ മേച്ചിലോട്, പഴയ ഓട് പൊട്ടിച്ച് നന്നായിട്ട് പാക്ക് ചെയ്തിരിക്കുകയാണ്. ആ ഓടിട്ട് പാക്ക് ചെയ്ത് കമ്പി കവർ ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിൽ കുറച്ച് തൊണ്ട് വെച്ചിട്ടുണ്ട്, തേങ്ങയുടെ തൊണ്ട്. ആ തൊണ്ടും പാക്ക് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിൽ ചാണകപ്പൊടിയും മറ്റു വളങ്ങളും, എല്ലാം ജൈവവളങ്ങളാണ്. വേപ്പിൻ, കടലപ്പിണ്ണാക്ക്, ജൈവവളം, ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് മണ്ണും കൂടെ കൂട്ടി ഇട്ടിരിക്കുകയാണ്. അതിലാണ് തൈകൾ വെച്ചത്. അപ്പോൾ ഈ തൈ വെച്ചിട്ട് 6 മാസമായി. ഒരുവിധം വളർച്ചയായിട്ടുണ്ട്. 6 മാസത്തിൻ്റെ വളർച്ച ഇത്രയൊക്കെ ആയിട്ടുണ്ട്. ഇതിൽ കൂടുതലും തെക്കനാണ് വെച്ചിരിക്കുന്നത്. തെക്കൻ കൂടാതെ ഇത് പന്നിയൂരാണ്, ഇതും പന്നിയൂരാണ്. പിന്നെ നമ്മുടെ പഴയ കരിമുണ്ടയും വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇതെല്ലാം കൂടെ കുറച്ച് പാക്കറ്റ് വെച്ചിരിക്കുകയാണ്. അതിൻ്റെ ഉദ്ദേശം എന്നാന്ന് ചോദിച്ചാൽ ഇതൊരു പരീക്ഷണമാണ്. കാരണം ഭൂമിയില്ലാത്തവർക്ക് വീടിൻ്റെ ടെറസിൽ ചെയ്യാൻ പറ്റുമോ എന്നുള്ള പരീക്ഷണമാണ്. അപ്പം ടെറസ് പോലെ തന്നെ ഞാൻ ഫ്ലോർ ഉണ്ടാക്കി, അതോടൊപ്പം വാട്ടർ സപ്ലൈ ഉണ്ടാക്കിയതിന് ശേഷം വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ 6 മാസമായി. ഒരു 6 മാസം കൂടെ കഴിയുമ്പോൾ അടുത്ത ജൂണിൽ കായ്ക്കുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. ഇതുവരെ കുഴപ്പമൊന്നുമില്ല, ഒരു നന്നായി കയറി വരുന്നുണ്ട്. ഡ്രമ്മിൽ വെക്കുന്നതുകൊണ്ട് ഒരു പ്രധാന പ്രശ്നം, നമ്മൾ റെഗുലറായിട്ട് നനയ്ക്കണം. കാരണം ആ ഡ്രമ്മിലുള്ള മണ്ണ് തീരെ അങ്ങ് ഡ്രൈ ആയി പോകാതെ ഇടയ്ക്കിടയ്ക്ക് 1, 2, 3 ദിവസം കൂടുമ്പോൾ മഴക്കാലമല്ലാത്ത വേനലിനെ നനച്ചുകൊണ്ടിരുത്തണം. കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല ഇതുവരെ, ഒരുവിധം നന്നായി വരുന്നുണ്ട്. അപ്പോൾ ഇത് വിജയിച്ച് കായ്ക്കുകയാണെങ്കിൽ ടെറസിൽ കൃഷി ചെയ്യാൻ പറ്റും. ടെറസിൽ കൃഷി ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഭൂമിയില്ലാത്തവർക്കും കുരുമുളക് കൃഷി ചെയ്യാം. എനിക്ക് വേറെ കുരുമുളക് കൃഷി ഉണ്ടെന്ന് ഞാൻ നേരത്തെ കാണിച്ചിരുന്നു, വേറെ 2 വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് മണ്ണിൽ തന്നെയാണ്. അതും ഈ 4 ഇഞ്ച് പൈപ്പിൽ തന്നെയാണ് കയറ്റിയിരിക്കുന്നത്. അതിൽ മിക്കതും കായ്ച്ചു. ഒരു വർഷം കഴിഞ്ഞതേ ഉള്ളൂ. ഒരുവിധം എല്ലാം കായ്ച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊരു പരീക്ഷണം എന്നുള്ള രീതിയിൽ നടത്തുകയാണ്. ആദ്യം ഒരല്പം ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്, എങ്കിലും കുഴപ്പമില്ല എന്നാണ് തോന്നുന്നത്. 6 മാസം കൊണ്ട് ഇത്രയും വളർച്ചയൊക്കെ കിട്ടുകയുള്ളെന്ന് തോന്നുന്നു. ഞാൻ അതിന് ശേഷം ഇടയ്ക്ക് 1 മാസമൊക്കെ കൂടുമ്പം ഒരു 100 ഗ്രാം കടലപ്പിണ്ണാക്കും ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ അടിയിൽ ധാരാളം ചാണകം കിടപ്പുണ്ട്, അതുകൊണ്ട് ചാണകപ്പൊടി ഇട്ടാണ് വെച്ചത്, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പം അതിപ്പം 10-30 എണ്ണം വെച്ചിട്ട് അതിൽ ചിലതിനൊക്കെ വളർച്ച കുറവാണ്, എന്നാലും ഭൂരിപക്ഷവും ഒരു 8-10 അടി പൊക്കമായിട്ടുണ്ട്. ഞാൻ ഈ ഡ്രമ്മിനകത്ത് വെച്ചിരിക്കുന്ന 4 ഇഞ്ച് പൈപ്പിന് 14 അടിയാണ് പൊക്കം വെച്ചിരിക്കുന്നത്. 14 അടി എന്തുകൊണ്ട് വെച്ചെന്ന് ചോദിച്ചാൽ, എനിക്ക് ഒരു അലുമിനിയം ലാഡർ ഉണ്ടാക്കി കയറുന്ന പറിക്കാൻ പറ്റുന്ന ഒരു ഉയരമാണ് ഞാൻ വെച്ചിരിക്കുന്നത്. ഏതായാലും ഒരു 6 മാസം കഴിയുമ്പോൾ ഇതിൻ്റെ ശരിയായ റിസൾട്ട് അറിയാം. പിന്നെ ഈ ഡ്രമ്മിനെ സംബന്ധിച്ചിടത്തോളം ഡ്രമ്മിൻ്റെ ഒരു 15 വർഷം ലാസ്റ്റ് ചെയ്യുമെന്നാണ് ഞാൻ അന്വേഷിച്ചെടുത്തു എന്നൊക്കെ അറിയുന്നത്. കാരണം നല്ല ഹാർഡാണ്.
കണ്ടറിയാം, നല്ല ഹാർഡ് ഡ്രമ്മാണ്. ഞാൻ അതിൻ്റെ അടിയിൽ വാട്ടർ സപ്ലൈക്ക് വേണ്ടി ഒരു പൈപ്പ് കൊടുത്തിട്ടുണ്ട്. അത് കണക്ട് ചെയ്തിട്ടില്ല, ഇപ്പം അതിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ട്. വേനലാകുമ്പോൾ കണക്ട് ചെയ്യും. അതിൻ്റെ മുകളിലേക്ക് പോയി അവിടെ ടിപ്പിൽ ഒരു ക്യാപ്പ് ഇട്ട് അതിൽ നോസിൽ ഹോൾ ഇട്ടിരിക്കുകയാണ്. അപ്പം ഇവിടുന്ന് വെള്ളം കണക്ഷൻ ടാപ്പ് തുറന്നാൽ അവിടെ വെള്ളം വരും. അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ 4 ക്രോസ് കമ്പികൾ വെച്ചിട്ടുണ്ട്. അത് അവിടെ വരെ വളർന്നാൽ അതേ കൂടെ കോർത്ത് താഴോട്ട് വിടാൻ വേണ്ടിയാണ്. ഡ്രമ്മിൻ്റെ അടിയിൽ 3 ഹോള് ഞാൻ ഇട്ടിട്ടുണ്ട് വെള്ളം പോകാൻ വേണ്ടി. ഈ ഓടും തൊണ്ടും ഏറ്റവും അടിയിൽ പാക്ക് ചെയ്തിരിക്കുന്നത് കൊണ്ട് വെള്ളം നനവ് നിൽക്കുമെന്നാണ് തോന്നുന്നത്. കാരണം ഓട് നനഞ്ഞാൽ അതിൻ്റെ നനവ് കുറച്ച് ദിവസം നിൽക്കും. അതോടൊപ്പം തൊണ്ടും നനഞ്ഞാൽ പെട്ടെന്ന് ഉണങ്ങി ഡ്രൈ ആയി പോകത്തില്ല. അപ്പോൾ നമ്മൾ 2 ദിവസം ഇൻ കേസ് നനയ്ക്കാൻ പറ്റിയില്ലെങ്കിലും ഈ ഡ്രമ്മിനകത്ത് നല്ല നനവ് വേണം. അപ്പോൾ അതൊക്കെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഏതായാലും ഒരു 6 മാസം കഴിയുമ്പോൾ ഒരു വേറെ വീഡിയോ ഇട്ട് ഇതിൻ്റെ റിസൾട്ട് ഞാൻ കാണിച്ചു തരാം. ഇപ്പം ഞാൻ ഇത്രേ വെക്കുന്നുള്ളൂ. ഒരു 30 ഡ്രമ്മുണ്ട്, അത്രേ വെക്കുന്നുള്ളൂ. ഞാൻ മുകളിലേക്ക് തൽക്കാലം ഇതിൻ്റെ റിസൾട്ട് അറിഞ്ഞതിന് ശേഷമേ വെക്കുന്നുള്ളൂ. എനിക്കും ടെറസുണ്ട്, വേണേൽ കൃഷി ചെയ്യാം. അപ്പം പിന്നീട് കാണാം.